വാർത്തയിലേക്ക്. ഗ്രാമഭംഗിയുടെ പ്രതീകമാണ് കല്ലത്താണികൾ. പണ്ട് ചുമടിറക്കാനായി മനുഷ്യർ ഉപയോഗിച്ചു വന്ന അത്താണികൾ സംരക്ഷിക്കേണ്ടത് നാടിന്റെ ചരിത്ര പൈതൃകത്തിന്റെ ആവശ്യമാണ്. ഇതോടൊപ്പം നാട്ടുകാർക്ക് മുഴുവൻ തണൽ നൽകിയിരുന്ന ഉങ്ങുമരങ്ങളും അപ്രത്യക്ഷമായാലോ? അതും പഞ്ചായത്ത് അധികാരികളുടെ മൂക്കിന് മുന്നിൽ. ഒരു റിപ്പോർട്ട് കാണാം. ആലത്തൂർ മേലാർകോട് പഞ്ചായത്തിലെ ചിറ്റലഞ്ചേരിക്കടുത്ത ഉങ്ങിൻചുവട് വെറുമൊരു മരച്ചുവട് മാത്രമല്ല, ഒരു സ്ഥലത്തിന്റെ പേരുകൂടിയാണ്. ഇവിടെ നിരവധി പേർക്ക് ശരീരത്തിനും കണ്ണിനും മനസ്സിനും കുളിർമ നൽകിയിരുന്ന ചരിത്ര സ്മാരകങ്ങളാണ് ഏതോ സാമൂഹിക വിരുദ്ധർ കടത്തി മാറ്റിയിരിക്കുന്നത്. മേലാർകോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ഉങ്ങിൻചുവട് ബസ് സ്റ്റോപ്പിന് തൊട്ടരികത്തായി കാലങ്ങളായി ഉണ്ടായിരുന്ന കരിങ്കല്ലത്താണിയാണ് കാണാതായിരിക്കുന്നത്. പഴയ ഒരു ആചാരമാണ്, ദൈവിക കല്ലാണ്. മനസ്സിലായില്ലേ? ഇത് പുഴക്ക് മാറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരായതുകൊണ്ട് പിന്നെ അവർ അംഗീകരിക്കില്ല. അതെ, അവരവരുടേതായിട്ടുള്ള ഒരു രീതിക്കല്ലേ നിൽക്കൂ. ഞങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു, ദൈവിക കല്ലാണത്, ചുമട് താങ്ങിയാണ്, അതുകൊണ്ട് അത് മാറ്റാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയുള്ള നമുക്ക് എതിർക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇവിടെയുള്ള 2 മരങ്ങളും മുറിച്ചു മാറ്റിയ നിലയിലാണ്. സമീപത്ത് വ്യാപാര സ്ഥാപനം വരുന്നതിന് മുന്നോടിയായി സ്വകാര്യ വ്യക്തികളാണ് ഇവ നീക്കിയതെന്നാണ് പരാതി. ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് വരും തലമുറയെ പരിചയപ്പെടുത്തുന്നതിനും ഇതിൽ ഒരുപാട് കാലപ്പഴക്കങ്ങളുള്ള ഒരു അത്താണിയാണ് ചില സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് അതിനെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ നശിപ്പിക്കപ്പെട്ട അത്താണി അത് പുനഃസ്ഥാപിക്കണമെന്നതാണ് പാലക്കാട് നാച്ചുറൽ ക്ലബിൻ്റെ ഹിസ്റ്ററി ക്ലബിൻ്റെ ആവശ്യം. പാലക്കാട് ഹിസ്റ്ററി ക്ലബിൻ്റെ ആവശ്യം. അതിനെ സംബന്ധിച്ച് പാലക്കാട് ജില്ലാ കളക്ടർക്ക് ഇതിനെ സംബന്ധിച്ചൊരു പരാതി പാലക്കാട് ഹിസ്റ്ററി ക്ലബ്ബ് കൊടുത്തിട്ടുണ്ട്. ഈ പാലക്കാട് ജില്ലയ്ക്കകത്തുള്ള അത്താണികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേ പാലക്കാട് ഹിസ്റ്ററി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതെല്ലാം കളക്ടർക്ക് കൊടുക്കുകയും അതെല്ലാം സംരക്ഷിക്കപ്പെടണമെന്നും അത് നാടിൻ്റെ പൈതൃകമാണെന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അത്താണികളെ സംരക്ഷിക്കപ്പെടേണ്ടത് വരും തലമുറയുടെ കൂടി ഒരു ബാധ്യതയാണ്. അത് ഈ അത്താണിയെ നശിപ്പിക്കാൻ വേണ്ടി നിന്നിട്ടുള്ള സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി ആലത്തൂർ പോലീസിനോട് പരാതി ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സംഭവത്തിന് പിന്നിലുള്ളവരെ പിടികൂടി ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും ചരിത്ര പ്രേമികളും ആവശ്യപ്പെടുന്നത്. നാടിന്റെ പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിന് മുൻകൈയെടുക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം എ അജിത പോലീസിനോട് ആവശ്യപ്പെട്ടു. കാരണം മേലാർകോടിന്റെ തന്നെ ചരിത്രവും പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്ന ഒട്ടനവധി സ്മാരകങ്ങളിൽ ഒന്നാണ് ഉങ്ങിൻചുവടുള്ള ഈ പറയുന്ന കരിങ്കല്ലത്താണി. ഉങ്ങിൻചുവടിൻ്റെ പേര് തന്നെ മാഞ്ഞു പോകുന്നൊരു സ്ഥിതിയാണ്. കാരണം ഉങ്ങിൻചുവടിലെ ആ ഉങ്ങ് പൂർണ്ണമായിട്ട് മാറ്റി. അതോടൊപ്പം തന്നെ ആ കരിങ്കല്ലിൽ നിർമ്മിച്ച അത്താണി 152 വർഷം പഴക്കമുണ്ടെന്നാണ് ഈ നാട്ടിലെ ആളുകൾ പറയുന്നത്, ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത്. ആ രേഖപ്പെടുത്തിയ വർഷം അടങ്ങിയിട്ടുള്ള കല്ലാണ് മോഷണം പോയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം വരെ ആ പറയുന്ന കരിങ്കല്ലിൽ തീർത്ത അത്താണി ഇവിടെ ഇല്ലായിരുന്നു. നേരം വെളുക്കുമ്പോൾ ഞാൻ ഇന്നലെയാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് നൽകുന്നത്. ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും ഈ കരിങ്കല്ല് അത്താണിയുടെ ഒരു ഭാഗം ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു കരിങ്കല്ല് അത്താണിയുടെ ആ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് മറ്റു പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആരോടുള്ള വ്യക്തിവിരോധമോ രാഷ്ട്രീയ വിരോധമോ മറ്റൊരു കാര്യവും ഉദ്ദേശിച്ചുകൊണ്ടല്ല. ഈ നാടിൻ്റെ പൈതൃകം നിലനിർത്തണം, പാരമ്പര്യം കാത്തു സൂക്ഷിക്കും. അതൊരു വ്യക്തിയുടെ ഉത്തരവാദിത്വം ബാധ്യതയാണ്. ആ ഒരു ഉത്തരവാദിത്വ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഈ കംപ്ലയിൻറ്റുമായിട്ട് പോയിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട ആലത്തൂരിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള നല്ല രീതിയിലുള്ള ഇടപെടൽ കൊണ്ട് അത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് പൂർവ്വസ്ഥിതിയിലാക്കി തരണമെന്നാണ് നാട്ടുകാർക്ക് വേണ്ടി എൻ്റെ റിക്വസ്റ്റ്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്ന പാലക്കാട് ഹിസ്റ്ററി ക്ലബ്ബും ജില്ലാ കളക്ടർ ഉൾപ്പെടെ പരാതി നൽകി. പാലക്കാട് ഹിസ്റ്ററി ക്ലബ്ബ് ജില്ലയിലാകെ ജനകീയ സർവേയുടെ അടിസ്ഥാനത്തിൽ അത്താണികളുടെ കണക്കെടുപ്പ് നടത്തിയിരുന്നു. 140ഓളം അത്താണികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിലൊന്നാണ് മേലാർകോട്ടേത്. UTV ന്യൂസ്, പാലക്കാട്.